വളരെ സ്വഹിയായി ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ തുപ്പുന്ന തുപ്പുനീര് അത് ഒന്നുപോലും നിലത്ത് വീണിട്ടില്ലാന്ന്. ഉം. ഒരു തുപ്പുനീരും അത് നിലത്ത് വീണ് ഇല്ലാ വഖഅത്ത് ഫീ കഫ്ഫി റജുലിൻ മിൻഹും. സ്വഹാബാക്കളിൽ നിന്ന് ഒരാളുടെ കയ്യിൽ അത് വീണിട്ടല്ലാതെ. ഉം. ഏതോ ഒരു സമയത്ത് നബിങ്ങൾ തുപ്പിയപ്പോൾ ഏതോ ഒരു സഹാബി കൈ കാട്ടി സ്വീകരിച്ചു എന്നല്ല. ഇവിടെ പറയണത് റസൂലുള്ളാഹി തുപ്പിയ ഒരു തുപ്പുനീരും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വഖഅത്ത് ഫീ കഫ്ഫി റജുലിൻ മിൻഹും. ഒരു സ്വഹാബിന്റെ കയ്യിൽ വീണിട്ടല്ലാതെ. നബി തങ്ങൾ മൂക്കിൽ നിന്ന് പിടിച്ചതോ എവിടെ നിന്ന് പിടിച്ചാണെങ്കിലും ഒന്നും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വഖഅത്ത് ഫീ കഫ്ഫി റജുലിൻ. അപ്പോൾ വല്ലാത്തൊരു സംഭവമാണല്ലോ അത്. ഉം. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെ. കാരണം ഒരു മനുഷ്യൻ എപ്പോഴാണ് തുപ്പുക, എപ്പോഴാണ് കഫൻ തുപ്പുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കൂടെ നിബിധങ്ങൾ എപ്പോഴും സ്വഹാബാക്കളുണ്ട്, അതൊന്നും നിലത്ത് വീണിട്ടില്ല. ഇല്ലാ വഖഅത്ത് ഫീ കഫ്ഫി റജുലിൻ മിൻഹും. ഒരു സ്വഹാബിൻ്റെ കയ്യിൽ വീണിട്ടല്ല. ഇനി കയ്യിൽ ഇത് എടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് കഴുകിക്കളെ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഉമ്മാക്കും വാപ്പാക്കൊക്കെ സുഖമില്ലാതായി കഴിഞ്ഞാൽ എണീക്കാൻ പറ്റാൻ ചിലപ്പോൾ നമ്മൾ കപ്പൊക്കെ ചിലപ്പോൾ കൈയാട്ടി സ്വീകരിക്കും ഉമ്മാരുടെ സ്നേഹത്തിൻ്റെ ഭാഗം. എന്നിട്ട് അത് കൊണ്ടുപോയി നമ്മൾ കഴുകിക്കളെ, നമ്മൾ കൈയൊക്കെ നല്ല സോപ്പിട്ട് റെഡിയാക്കും. ഇതല്ല. എന്നിട്ട് പിന്നെ അവരെന്താ ചെയ്യുന്നത്? ഫദലക ബിക വജ്ഹഹു വജസദഹു. അവരതുകൊണ്ട് മുഖത്തും ശരീരത്തിലും പുരട്ടുന്നു. ഇങ്ങനെ ഒരു നേതാവിനെ, ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഏറ്റവും സ്വഹിയായ ബുഖാരിയിലും മറ്റും കൊടുത്ത ഹദീസാണ്. ലോക ചരിത്രത്തിൽ വേറെ കാണാൻ പറ്റും. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏതാണെങ്കിലും അയാൾ തുപ്പുന്ന തുപ്പുനീര് ഒമാ പിന്നെ തഹത്തമു നഹാമത്തൻ എന്നൊക്കെ പറയണ്ടേ, കഫം പിടിച്ചിട്ട് ഒന്നും നിലത്ത് വീണിട്ടില്ല. ഒക്കെ സഹാബക്കൾ ഇടിക്കുക, മുഖത്ത് പറ്റുക, ശരീരത്തിൽ പറ്റുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യരല്ലെങ്കിൽ പിന്നെ എന്താണിത്? പിന്നെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു എടുക്കുന്ന വെള്ളം, ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ തിക്കും തിരക്കും കൂടാണ്. വെള്ളം കിട്ടാൻ വേണ്ടി കാതു യക്കത്തത്തിലൂനാല വധൂഹീന്ന ഹദീസിന്റെ ഭാഗം. അവർ ഉളു എടുക്കുന്ന വെള്ളത്തിന് വേണ്ടി യുദ്ധത്തിന്റെ വക്കിലെത്തിയെന്ന്.